ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഒറ്റത്തവണയാവുമോ അല്ലെങ്കിൽ പ്രിലിംസും മെയിൻസും ഉണ്ടാകുമോ, ഈ ഒരു സംശയത്തിലാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. അപ്പോൾ അതിന് ഒരു മറുപടി എന്നോണം നമുക്ക് എന്താ 28/4/2025 നടന്നിരിക്കുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തൃശ്ശൂർ ജില്ലയിൽ VFAയുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ST വിഭാഗത്തിന് അത് ഒറ്റത്തവണ എക്സാം ആയിരുന്നു. അപ്പോൾ ഇനി വരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമും ഒറ്റത്തവണ ആയിരിക്കാനുള്ള സാധ്യത വളരെ അധികം എന്നാണ് ഈ ഒരു എക്സാം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 368/2021. 2021 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതെങ്ങനെയായിരുന്നു? 10th പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും ബെപ്കോ LDCക്കും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്കും കമ്പനി LGSനും കൂടി ക്ലബ് ചെയ്ത് ഒരു പ്രിലിംസ് എക്സാമും അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് സെപ്പറേറ്റ് മെയിൻ എക്സാമും ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലേ? ഇത് 10th ബേസ് ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്തപ്പോൾ എന്താണ്, അത് ഒറ്റത്തവണ എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സെയിൽസ്മാൻ അസിസ്റ്റന്റിന്റെ എക്സാമും എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഒറ്റത്തവണ എക്സാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന +2 ലെവൽ എക്സാം ആയ സിവിൽ പോലീസ് ഓഫീസറുടെ എക്സാം എങ്ങനെയാണ് വരുന്നത്? ഒറ്റത്തവണയാണ്. കാരണം അതിന്റെ എക്സാം വരുന്നത് ജൂലൈ 19 അതിന്റെ പരീക്ഷ എങ്ങനെയാണ്? ഒറ്റത്തവണയാണ്. അതുപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ എക്സാമും ഒറ്റത്തവണയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാം ഒറ്റത്തവണയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, 95%. ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം ഒറ്റത്തവണയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്നാലും ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് PSC ആണ്. അപ്പോൾ നാളെ മിസ്സേ ഇങ്ങനെയാണല്ലോ വന്നിരിക്കുന്നതെന്ന് നമ്മളൊരു ഇതായിരിക്കില്ലേ? അപ്പോൾ സാധ്യതയാണ് ഞാൻ പറഞ്ഞത്, ഒറ്റത്തവണയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. കാരണം എന്തുകൊണ്ടെന്നാൽ അതിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്കൊക്കെ ഇപ്പോൾ എന്തായി മാറിയിട്ടുണ്ട്? ഒറ്റത്തവണ എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാനും ഒറ്റത്തവണ എക്സാം ആയിരുന്നു, അതൊക്കെ 10th ബേസ്ഡ് ആയിരുന്നു. സോ VFAയുടെ എക്സാമും ഒറ്റത്തവണയുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 നോട്ടിഫിക്കേഷൻ വന്ന VFAയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 2023. അപ്പോൾ 2023 ആക്റ്റീവ് ആയിരിക്കുന്ന VFAയുടെ കാലാവധി തീരുന്നത് 2026 ഡിസംബർ മുതൽ 2027 ഫെബ്രുവരിയാണ് ഓരോരോ ജില്ലകളിൽ അതിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ 2026 ഡിസംബർ ആകുമ്പോഴേക്ക് എന്ത് ചെയ്യണം? പുതിയൊരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണം. അപ്പോൾ അതിന് 2025 ലാസ്റ്റോട് കൂടിയെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ 2026 ലാസ്റ്റോട് കൂടി എന്തുണ്ടാവാൻ പുതിയൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ ഒരു വർഷം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇന്നു മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ മുന്നിൽ എന്താണ് ഇനി ഒരു വർഷം ഉണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ലിസ്റ്റിൽ കയറാനുള്ള ഒരു ഈ ഒരു പരീക്ഷയോട് കൂടി ഞാൻ ലിസ്റ്റിൽ കയറിയിരിക്കും, ഈ ഒരു ജോബ് ഞാൻ അച്ചീവ് ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കറിയാം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 1 മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യമാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 33 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. കാരണം മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും 30 മാർക്ക്, അതുപോലെ IT-യുടെ 3 മാർക്ക് നിങ്ങൾക്ക് നിഷ്പ്രയാസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 33 മാർക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടാൻ കഴിയും. അതുപോലെ മറ്റ് സബ്ജക്റ്റുകളായിരിക്കുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഈ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്? 32 മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു 32 മാർക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് 5 മുതൽ 10 വരെയുള്ള ബുക്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 32 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ നിങ്ങൾക്ക് എത്ര മാർക്കായി? 65 മാർക്ക് നിഷ്പ്രയാസം ലഭിക്കാനുള്ള മേഖല എങ്ങനെയാണ്? ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക? SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. അതുപോലെ ചെയ്യേണ്ട മറ്റേത് എന്ത് ചെയ്യുക? ആനുകാലികം, അതായത് കറണ്ട് അഫെയർസ് നന്നായിട്ട് പേപ്പർ നോക്കി കഴിഞ്ഞ 2 വർഷത്തെ
കറണ്ട് അഫെയർസ് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഒരു ലാഗ് ചെയ്യാതെ നല്ല സ്മാർട്ടായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇവിടെ വേണ്ടത് സ്മാർട്ട് വർക്കാണ്, അല്ലാണ്ട് ഹാർഡ് വർക്ക് അല്ല. നന്നായിട്ട്, അതായത് ഈ ഒരു ജോബ് എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഈ സംശയം നിങ്ങൾക്ക് ഈ ഒരു ജോബ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളെ മുന്നിൽ ഇനി ഒരു കുറച്ച് സമയങ്ങളുണ്ട്. ആ ഒരു സമയം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷ നിഷ്പ്രയാസം വിജയിക്കാൻ സാധിക്കും. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ ഒറ്റത്തവണയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ 2025 ലാസ്റ്റോട് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ജോബ് കരസ്ഥമാക്കുക. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.